ഒരു കട്ടില് കിടക്കുന്ന ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കും, പകലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, വിഷയങ്ങളൊക്കെ അന്വേഷിക്കും. രാത്രി കയറിയാൽ ഒരാൾ വലത്തോട്ടും ഒരാൾ ഇടത്തോട്ടും. സുബഹി വരെ മാനസികമായി ശാരീരികമായി സമ്പർക്കവും ബന്ധവുമില്ലാത്ത ആ മനസ്സ് വേർപിരിഞ്ഞ രൂപത്തിലുള്ള ആ ഒരു കിടത്തം, അത് വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കിയേക്കരുത്. ചില്ലറ വർത്താനങ്ങളെ പേരിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ദഹിക്കാത്ത വന്നിട്ടുണ്ടാകും. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അപ്പൊ ചിലർ ഉസ്താദെ, നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ നമ്മളൊരു കുറവുള്ള ആളാവൂലേ? ഇല്ല, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആൾ ഏറ്റവും മേലെയാണ് എത്തുക. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് അൽ അഫൂ, വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. അതല്ലേ നമ്മൾ റമളാനിൽ ആവർത്തിച്ച് പറയല്, ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇക്ർ ചൊല്ലിയാൽ മാത്രം പോരാ, നമുക്കും അതിൽ പഠിക്കാനുണ്ട്. പഠിച്ചോനെ, നിനക്കതാണ് ഇഷ്ടമെങ്കിൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ഞാനും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, എനിക്കും നീ മാപ്പാക്കി തരണം. ഞാൻ അറിയാത്ത വൈകല്യങ്ങൾ, സമൂഹം അറിയാത്തത് എന്നിലുണ്ട്, അത് മുന്നിലോട്ട് വെച്ച് എന്നെ നീ വഷളാക്കരുത്, മാപ്പാക്കി തരണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറയാൻ, നമ്മോട് ചെയ്ത അപരാധങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് മാപ്പ് കൊടുക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോ നമുക്ക് അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കാത്തതായിട്ടുള്ള ആൾക്കാർ വേണ്ട. മാപ്പ് ചെയ്തിട്ടുള്ള വിശാലമായ മനസ്സ്. മക്കളിലും ചിലപ്പം ചില മക്കൾക്കൊക്കെ കുസൃതി കൂടുതലുണ്ടാവും. അപ്പൊ ക്ഷമിച്ച് പൊരുത്തപ്പെട്ട് കൊടുത്ത് നല്ല വഴിക്ക് തന്നെ വീണ്ടും വീണ്ടും അവർ ഒരുമിച്ച് കൂട്ടണം. ആക്ഷേപത്തിന്റെ ദ്വാകൾ ചൊരിഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കരുത്. എല്ലാവരും ഒരേ രൂപത്തിലാകൂലല്ലോ. കുട്ടികൾ, ഒരാൾക്ക് 5 കുട്ടികൾ ഉണ്ടായി, 4 കുട്ടികൾ നല്ല മട്ടേന്ന്, 1 കുറച്ച് കുസൃതി കൂടി, അങ്ങനെയാ വന്നതെങ്കിൽ സബൂർ ചെയ്ത് അഫൂ ചെയ്ത് ആ കുട്ടിയോടൊപ്പം ഒത്താശ ചെയ്ത് ഉപദേശിച്ച് എന്നെ നന്നാക്കണം. ആക്ഷേപത്തിന്റെയും ശാപത്തിന്റെയും ഇടങ്ങേറിന്റെയും പ്രാർത്ഥന പറഞ്ഞ് അതിനെ കേടാക്കാൻ പാടില്ല. കുറച്ച് കുറ്റക്കേട് കൂടിപ്പോയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് വീണ്ടും വീണ്ടും കൂടെ കൂട്ടിയിട്ട് ഉപദേശിച്ച് നന്നാക്കണം. ചില്ലറ വൈകല്യങ്ങളൊക്കെ സംഭവിച്ചേക്കും, ഉപദേശിച്ച് മാപ്പ് ചെയ്ത് നന്നാക്കണം. എല്ലാ രംഗങ്ങളിലും വേണ്ടൊരു വിഷയമാണ് തഅഫൂ അമ്മൻ ളലമക്. അന്യായം ചെയ്തവരോട്, പറഞ്ഞവരോട് മാപ്പ് ചെയ്തേക്കണം. അത് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുണ്ട്. ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ മാപ്പ് കൊടുക്കണം. സ്വന്തക്കാർക്ക് പ്രത്യേകിച്ച്, കുടുംബക്കാർക്ക് പ്രത്യേകിച്ച്, അയൽക്കാർക്ക് പ്രത്യേകിച്ച് മാപ്പ് ചെയ്തു കൊടുക്കണം.